വരന്തരപ്പിള്ളിയിൽ ബുധനാഴ്ച പൊള്ളലേറ്റു മരിച്ച അർച്ചന ഭർത്തൃവീട്ടിൽ വലിയ തോതിൽ മാനസിക ശാരീരിക പീഡനങ്ങൾ അനുഭവിച്ചിരുന്നുവെന്ന് കുടുംബം. കൊലപ്പെടുത്തിയതാണെന്ന ആരോപണവും കുടുംബം ഉന്നയിച്ചു. മാട്ടുമല മാക്കോത്ത് വീട്ടിൽ ഷാരോണിന്റെ ഭാര്യ 20 വയസ്സുള്ള അർച്ചനയെയാണ് കഴിഞ്ഞ ദിവസം തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മനക്കലക്കടവ് വെളിയത്തുംപറമ്പിൽ ഹരിദാസിന്റെയും ജിഷയുടെയും മകളാണ് മരിച്ച അർച്ചന. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ഷാരോണിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വരന്തരപ്പള്ളി പോലീസ് ഷാരോണിനെ കസ്റ്റഡിയിലെടുത്തു. 7 മാസം മുൻപായിരുന്നു ഷാരോണിന്റെയും അർച്ചനയുടെയും പ്രണയ വിവാഹം. അന്നു മുതൽ വീട്ടുകാരുമായി ബന്ധപ്പെടാൻ അനുവദിക്കാറില്ലായിരുന്നുവെന്ന് അച്ഛൻ ഹരിദാസ് പറഞ്ഞു. വിവാഹത്തിൽ എതിർപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും മകൾ നല്ല നിലയിൽ ജീവിച്ചു കാണാൻ ആഗ്രഹിച്ചിരുന്നുവെന്ന് ഹരിദാസ് പറഞ്ഞു. ഷാരോൺ സംശയത്തോടെയാണ് മകളെ കണ്ടിരുന്നതെന്നും ഫോൺ വിളിക്കാനും ഉപയോഗിക്കാനും അനുവദിച്ചിരുന്നില്ലെന്നും കുടുംബം പറഞ്ഞു. മകളെ ഒരിക്കൽ അളകപ്പനക്കാർ പോളിടെക്നിക്കിന് മുൻപിൽ വെച്ച് അടിച്ചിരുന്നുവെന്നും ഇത് ചോദ്യം ചെയ്തപ്പോൾ അർച്ചനയെ കൊല്ലുമെന്നും ആരും ചോദിക്കാൻ വരേണ്ട എന്നുമായിരുന്നു ഷാരോണിന്റെ പ്രതികരണമെന്നും കുടുംബം പറഞ്ഞു. അർച്ചനയുടെ മരണത്തിൽ പഴുതടച്ച അന്വേഷണം നടക്കണമെന്നും ഷാരോണിന്റെയും കുടുംബത്തിന്റെയും പങ്ക് പരിശോധിക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. കുടുംബാംഗങ്ങളുടെയും പഞ്ചായത്ത് അംഗം ബിന്ദു പ്രിയന്റെയും പ്രതികരണങ്ങളിലേക്ക്. മകള് നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ വേദന. പക്ഷേ എനിക്ക് പറയാൻ പറ്റില്ല. അവൾ കൊന്നതാണ് മോളെ. അത്രയും ക്രൂര മനസ്സാവണ്ടേ. 1-2 ഞാൻ പരാതി കൊടുത്തിരുന്നു. പക്ഷേ ഞാനെന്ത് ചെയ്യാം? നമ്മളെ മക്കൾ നമ്മുടെ കൂടെ ഇല്ല. കാരണം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പരാതി ഞാൻ ഒരു വട്ടം അവൻ റോഡിലിട്ട് കോളേജിൻ്റെ മുന്നിലിട്ട് തല്ലിയിട്ട് പരാതി ഞാൻ കൊടുത്തിരുന്നു. അതിന് ശേഷം ഇവൻ്റെയും ഫോൺ വിളിക്കാൻ സമ്മതിക്കാറില്ല, ഒന്നും ഞാൻ ബന്ധപ്പെടാൻ എൻ്റെ ഇതാക്കാറില്ല. ജോലി ഞാൻ ജോലി ചെയ്യാനായിട്ട് ചെന്നൈയിലേക്ക് വീട്ടിലായിരുന്നു. ഇൻറ്റേൺഷിപ്പ് കിട്ടിയിട്ട് അവളെ ചെന്നൈയിൽ പഠിക്കാൻ 6 മാസം ഇതിന് പോയിട്ട് ഇതാക്കിയിരുന്നു. അതിന് പോയിട്ട് അവിടെ നിന്ന് അതിൻ്റെ കല്യാണം ആരും തികച്ചിട്ടില്ല. അതുകൊണ്ടപ്പോഴാണ് ഇത് കൊടുത്തത്. അങ്ങനെ പറഞ്ഞപ്പോൾ ഇവിടുന്ന് പോയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോകാൻ പറഞ്ഞിട്ട് പോയത്. അമ്മയും മക്കളും കൂടി പോയിട്ട് അവിടെ നിന്ന് പോയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവരെ പോയതിന് ശേഷം ഇവരെല്ലാം ജീവിച്ചോട്ടെ വെച്ചിട്ട് ഇവിടെ സർട്ടിഫിക്കറ്റൊക്കെ ഇവിടെ വെച്ചിട്ട് അവൾ പോയത്. സർട്ടിഫിക്കറ്റുകളൊക്കെ ഇവിടെ വെച്ചിട്ടാണ് പോയത്. അതൊക്കെ ഞാൻ തിരിച്ച് കൊടുത്തു. നന്നായിക്കോട്ടെ, ജോലി ജീവിച്ചോട്ടെ വെച്ചിട്ട്. പക്ഷേ ഇങ്ങനെയാക്കി വിചാരിച്ചില്ല, ഇങ്ങനെയാവുമെന്ന് വിചാരിച്ചില്ല. അവനിങ്ങനെ ഇതാക്കുന്നു. അവൻ പെയിൻറ് പണിക്ക് അവൻ നല്ലിങ്ങനെയാണ്. അവൻ ഇത്രയും ടിന്നറൊക്കെ വീട്ടിൽ കൊണ്ടാക്കേണ്ട ആവശ്യമില്ല. നാട്ടുകാർ പറയാറുണ്ട് അവിടെ ഭയങ്കര തല്ലും മഴക്കാണെന്നൊക്കെ പറയാറുണ്ട്. എന്നും കളം ഉണ്ടാവാറുണ്ടെന്നൊക്കെ പറയാറുണ്ട്. ഒരുപാട് എന്നും ഫോൺ വിളിക്കാൻ സമ്മതിക്കാറില്ല. നിങ്ങളെ വിളിച്ചപ്പോൾ എപ്പോഴും ഭയങ്കര സംശയമാണ് അവന്. എവിടേക്ക് പോകണമെങ്കിലും അവൻ ഉണ്ടാവും കൂടെ, എന്നിട്ട് കൂടെ കൊണ്ടുപോലും. ഇതൊക്കെ ഭയങ്കര ഒരു ക്രൂര മനസ്സാണ് അവൻ. കഞ്ചാവ് കേസിലും ഒക്കെ പ്രതിയാന്ന് ഞങ്ങൾക്കറിയാം. ഇതൊക്കെ കാളവും ടീമായിട്ട് അവൻ്റെ ടീമുകളൊക്കെ തന്നെയാണ്. ഇതൊക്കെ അറിഞ്ഞ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട്, മോളെ നീ ഇതൊന്നും ചെയ്യല്ലേ, നീ എന്ത് ബുദ്ധിമുട്ടുണ്ട്, നീ വീട്ടിൽ പോകുന്നോളെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവളോട് വന്നില്ലല്ലോ, അവളിങ്ങനെയാണല്ലോ വന്ന്. ഞങ്ങൾ 2ാമത്തെ വട്ടം കേസ് കൊടുത്തതെന്ന് പറയുന്നത് അവിടെ വിളിച്ചപ്പോൾ അവിടെ തല്ലി എന്നുള്ളത് അറിഞ്ഞിട്ടാണ്. അതും ഞങ്ങളെ അറിയിച്ചത് ആ കോളേജിൻ്റെ സെക്യൂരിറ്റി ചേട്ടനാണ്. അപ്പോൾ അറിഞ്ഞപ്പോൾ തന്നെ അവളായിട്ട് എന്നെ സംസാരിക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അവൻ. പിന്നെയെന്ന് പറഞ്ഞാൽ അവൾക്ക് ഫോണില്ല ഓൾറെഡി. അവൻ്റെ ഒരു ഫോണുള്ളത്. ആ ഒരു ഫോണിലേക്ക് അവനെ വിളിച്ചാലും അവളുടെ അടുത്ത് സംസാരിക്കാനായിട്ട് വിളിച്ചാലും കിട്ടില്ല. അവൻ കൂടുതലും എടുക്കില്ല. ഞങ്ങളായിട്ട് ബന്ധപ്പെടാൻ സമ്മതിക്കാറുമില്ല അവൻ. അവൻ തല്ലിയെന്ന് പറഞ്ഞ് വിളിച്ചെന്ന് അവൻ എന്നോട് പറയുകയും കൂടി ചെയ്തതാണ്. അവളെ പൊന്നു ഞാൻ പറഞ്ഞു, നിന്നെ കൊണ്ട് അതിനെ പറ്റുള്ളൂ, അല്ലാണ്ട് അവളെ നോക്കി നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതാ. എന്ത് നല്ല ഭാവി ഉണ്ടായിരുന്നറിയും. ആ ക്ലാസ് ബസ്സൊക്കെ ആയിരുന്നു. അവള് പ്ലേസ്മെന്റ് കിട്ടി ചെന്നൈയിൽ ജോലിക്ക് പോയി. ജോലിക്ക് പോലും പിന്നെ വിട്ടിട്ടില്ല. വീട്ടൊക്കെ എടുത്ത് അവൾക്ക് കാനഡയിൽ സെറ്റിലാവണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവള്
ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അവനെന്തോ ടോർച്ചർ ചെയ്ത് അവളെ ഇപ്പം അല്ലാണ്ട് പേടിപ്പിച്ച് നിർത്തണ പോലെ തോന്നിയിട്ടുള്ള, എപ്പോഴും വിളിക്കുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ ഞങ്ങളായിട്ട് അടുപ്പിക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അവളെ. ഞങ്ങളോട് ആകെ ദേഷ്യം പോലെ ആക്കി അവളെ. ഇങ്ങോട്ട് വരാനും ഇഷ്ടമില്ലാണ്ടായ പോലെ. സ്വന്തമായിട്ട് കണ്ടിരുന്നോ? ഞാൻ അവളെ അവസാനമായിട്ട് കാണുന്നതെന്ന് മാത്രം അവള് പോകണമെന്ന്, അവൻ്റെ കൂടെ പോവാന്ന് പറഞ്ഞിട്ട് സ്റ്റേഷനിൽ ഞങ്ങൾ കേസ് കൊടുത്തന്ന് മാത്രം അവളെ കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എൻ്റെ അടുത്ത് സംസാരിക്കാൻ പോലും സമ്മതിക്കാറില്ല. സംഭവം ഒരു 7 മാസം മുമ്പ് മോള് ഒരു പയ്യനുമായിട്ട് സ്നേഹമായിട്ട് പോയി എന്നുള്ളത് മാത്രമാണ് നമുക്കറിയാം. പിന്നെ ആ കുട്ടി അത്യാവശ്യം കഞ്ചാവും കാര്യങ്ങളൊക്കെ ഉള്ളതാണെന്ന് നാട്ടുകാർ മൊത്തം പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ കുഴപ്പമില്ലാണ്ടൊക്കെ നമ്മളിടയ്ക്കൊക്കെ കാണാറുണ്ട് വരാം. പക്ഷെ കുഴപ്പമില്ലാണ്ട് ഹാപ്പി ആയിട്ട് തന്നെയാണ് അവരെ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോലും നമ്മൾ നേരിട്ട് കണ്ടതാണ്. കുറേ കഞ്ചാവ് കേസ് അതുപോലെയുള്ള കുറേ കേസുകളിലൊക്കെ ഈ കുട്ടി, ഈ ഷാരൂൺ എന്ന് പറഞ്ഞുള്ള പയ്യൻ പ്രതിയാണ്. അത് പോലീസ് കേസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവർ പോയതിന് ശേഷം ഇവിടെ അളഗപ്പ സ്കൂളിൻ്റെ അവിടെ വെച്ചെങ്ങാണ്ട് ഈ കുട്ടീനെ തല്ലൊക്കെ ഉണ്ടായിട്ട് ഇവരുടെ അച്ഛനും അമ്മയൊക്കെ അറിഞ്ഞ് അവർ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതിയൊക്കെ കൊടുത്തിരുന്നു. അങ്ങനെ 1-2 പരാതികൾ ഈ പയ്യനെതിരെ അച്ഛനമ്മമാർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാനസികമായിട്ട് ശാരീരികമൊക്കെ ആയിട്ട് ആ കുട്ടിക്ക് നല്ല പീഡനമായിരുന്നു. പിന്നെ അതുകൂടാണ്ട് വീട്ടുകാരുമായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം ആ കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല. സ്വന്തമായിട്ടൊരു ഫോൺ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ആ കുട്ടീനെ വളരെയധികം ഒരു വീട്ടിലേക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ല. വിളിച്ചൊക്കെ തന്നെ അമ്മയോ അല്ലെങ്കിൽ ഇവനോ എടുത്തിട്ട് എന്താ ഏതാന്ന് ചോദിക്കുകയാണ്. ഇവരായിട്ടൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് പെരുമാറിയിരുന്നത്. ഇത്രയൊക്കെയാണ് അറിയുക. പിന്നെ ഇന്നലെ ഇപ്പോൾ വൈകുന്നേരം ഈ കുട്ടി ഇങ്ങനെ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെയാണ് ഇവിടെ വീട്ടുകാരോട് വന്ന് പറഞ്ഞതും സംഭവ സ്ഥലത്തൊക്കെ പോവുകയുണ്ടായിരുന്നു. അപ്പോൾ ഒരു വീടിൻ്റെ സൈഡിൽ ഒരു കാന പോലെ വെള്ളം പോണ, വേനൽക്കാലത്ത് വെള്ളം പോണ ഒരു കനാലാണ്. ആ കനാലിൻ്റെ ഉള്ളിലാണ് ആ കുട്ടി കിടക്കുന്നുണ്ടായിരുന്നത്. കമിഴ്ന്നാണ് കിടക്കുന്നത്. തീ പിടിച്ച് കത്തിക്കരിഞ്ഞൊരു ശരീരമായിട്ട്, മുഖം കാണാൻ പറ്റില്ലായിരുന്നു. ബുധനാഴ്ച വൈകിട്ട് മരിച്ച അർച്ചനയുടെ ഇൻക്വസ്റ്റ് നടപടികൾ രാത്രിയോടെയാണ് പൂർത്തിയാക്കിയത്. മൃതദേഹം തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് മാറ്റിയത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഏറ്റുവാങ്ങുമെന്ന് അർച്ചനയുടെ കുടുംബം അറിയിച്ചു.